ദാ 12-10-12 ഈ ഒരു തേരി ഇതിൻ്റെ സ്മാർട്ട് ഈക്കോ മോഡ് എന്ന് പറഞ്ഞ മോഡൽ പോകണം കേട്ടോ. അതുകൊണ്ട് ഫുൾ ത്രോട്ടിൽ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ വളവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കിതാ ഈ ഒരു സിപ്പ് മോഡിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കാം. നമുക്കിതാ കൈ കൊടുക്കുകയാണ്. ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ ഹോൾഡ് ഓൺ ആണ്. ഇതൊരു ഇറക്കമാണ്. ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ആകുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇതാ ഇറങ്ങുന്നതാണ്. റീജൻ ഓൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ സ്പീഡാവുന്ന സമയത്ത് ആ ഒരു മോട്ടർ വർക്ക് ചെയ്യണതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആക്സിഡൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഈക്കോയിൽ നമുക്കത് ഇങ്ങനെ കൈ കൊടുത്ത് പോകാൻ പറ്റും. പക്ഷേ സ്മാർട്ട് ഈക്കോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വേറെ പ്രശ്നമില്ല. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ പക്കയാണ്. സ്പീഡിന് ശേഷം നമുക്ക് ഇച്ചിരി ആ ഒരു ഡിലേ ആയിട്ട് തോന്നും. കാരണം നമ്മളിപ്പോൾ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഏതർ 450Xൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേയധികം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലിപ്പോൾ വരുന്ന കുറച്ച് കമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വണ്ടി ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയെ പറ്റിയുള്ള വീഡിയോസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. റിറ്റ്സ ഇസഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ടോപ്പ് എൻഡ് വണ്ടിയാണ്. 3.7 കിലോവാട്ട് വരുന്ന ആ ഒരു ബാറ്ററി പാക്ക് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വാക്ക് റൗണ്ടിലോട്ട് തന്നെ പോകാം. നമുക്ക് നേരെ പറഞ്ഞ സമയത്ത് ഒരു പരന്ന ഒരു ഹെഡാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ മഴയും കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് ഇച്ചിരി അഴുക്കൊക്കെ കാണാം, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നല്ലൊരു വീതിയുള്ള ഒരു ഹെഡ് നമുക്ക് കാണാം. ഹെഡ്ലൈറ്റ് അതിലല്ല പറഞ്ഞാൽ. അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വൈസർ ക്വാളിറ്റി ഉള്ളത്. നമ്മുടെ സാധാ പൾസറിൻ്റെയൊക്കെ ബൈക്കിൻ്റെ ഒരു വൈസർ ക്വാളിറ്റി മാത്രമാണ് ഇതിനുള്ളത്. ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത്. തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഏതറിൻ്റെ ബാഡ്ജിങ് കാണാം. ഒരു സ്റ്റിക്കറല്ല, ഒരു 3D ടൈപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അത് എന്തായാലും കൊള്ളാം. മറ്റേ ഡിഫൻഡർ എന്നൊക്കെ എഴുതി വെച്ചേക്കുമ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയാണ് എഴുതി വെച്ചിരിക്കണേ തോന്നുന്നു. തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ LED ഹെഡ്ലൈറ്റ് ആണ് പറഞ്ഞത്. ഇവിടെ പാർട്സ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വെട്ടമുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇവിടെ ഒരു ഏതറിന്റെ ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ 2 DRL ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെഡ്ലൈറ്റ് ആണ്. ചാവി ഓണാക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് കത്തുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 DRLും ഈ ഒരു ഹെഡ്ലൈറ്റും കൂടെ തന്നെ ചാവി ഓണാക്കുമ്പോൾ തന്നെ ഇത് ഓണാവുന്നതാണ്. പിന്നെ ഡുവൽ ഷോക്ക് അബ്സോർവർ ആണ് പറഞ്ഞത്. ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഒരു മഡ് ഗാർഡ് ഉണ്ട്. മഡ് ഗാർഡ് ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. മഡ് ഗാർഡിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ടയർ സൈസ് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞുതരാം. MRFന്റെ ടയേഴ്സാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. ഇതൊരു 1100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ ഈ വണ്ടി. 90-12 ആണ് ഇതിൻ്റെ ആ ഒരു ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു അലോയ് വീലുണ്ട്. അതിൻ്റെ അലോയ് വീൽസിൻ്റെ മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റേ ആ ടയർ മോട്ടർ പരിപാടിയൊക്കെ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റേറ്റ് വേണമെങ്കിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സാധനമാണ് പറഞ്ഞത്. അതോ നമുക്ക് ആ ഏതറിൻ്റെ വയർ പോണത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അതിനകത്ത് ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമ്മൾ സൈഡിലോട്ട് പറഞ്ഞ സമയത്ത് ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ലെഗ് റൂം. നമുക്ക് കാല് നല്ല വിശാലമായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അവിടെ തൊട്ട് താഴെ വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയർനെസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതായത് ഈ ലെവലിൽ വരും ഗ്രൗണ്ട് ക്ലിയർനെസ്. അടി വലുതായിട്ട് അങ്ങനെ തട്ടാനൊന്നും ചാൻസ് ഇല്ല. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയർനെസ് ഉണ്ട്. നമുക്കിതാ ഇവിടെ നമുക്ക് പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് പില്യണിന് ചവിട്ടിയിരിക്കാൻ പാകത്തിനുള്ള ആ ഒരു ചവിട്ടിയാണ് ഇവിടെ ഉള്ളത്. ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മാറ്റ് വരണുണ്ട്. റിറ്റ്സ എന്നുള്ളൊരു ലോഗോ ഇവിടെ വരണുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ആ ഒരു ആ ഒരു കവറാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചെളിയൊക്കെ അകത്തടിക്കാതിരിക്കാനുള്ള കവറാണ്. ഷോക്ക് അബ്സോർവർ പറഞ്ഞതും അവിടെയാണ്. ബാക്ക് ടയർ സൈസ് പറഞ്ഞത് 100-80-12 ആണ് പറഞ്ഞത്. ബാക്കിലും അലോയ് വീലാണ് പറഞ്ഞത്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബെൽറ്റ് പോണേ കാണാം. ഇവിടെ ഒരു മഡ് ഗാർഡാണ് പറഞ്ഞത്. ഈ ഒരു മഡ് ഗാർഡും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു റിഫ്ലക്ടറാണ് പറഞ്ഞത്. ബാക്കിലും ആ ഒരു ഡിഫൻഡറിനെ ഇൻസ്പയർ ആയി എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഏതർ എന്നുള്ള ലോഗോ ഉണ്ട്. ഇവിടെയും പാർട്ട് നമ്പർ ഉണ്ട്. ഇവിടെയും നമുക്ക് ബ്രേക്ക് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അതിനകത്ത് ഒരു ചെറിയ മാറ്റ് ഫിനിഷ് കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. ഇവിടെ പാനലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിൽ ഏതർ എന്ന് പറയുന്നൊരു ലോഗോയും ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പക്ഷേ ബാക്കിൽ ഇരിക്കുന്ന ആൾ നമ്മൾ സാധാ സ്കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങി കാല് നല്ല പോലെ ഇവിടെ ഇടിച്ചാൽ നല്ല പോലെ നല്ല ഇവിടെ കിട്ടും. ഇവിടെ ഈ ഒരു സാധനത്തിൽ അങ്ങനെ തട്ടാറുണ്ട്. ഇവിടെ നമുക്ക് തിരിച്ചു പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു റിസ്ത എന്ന് പറഞ്ഞ് ഇസഡ് എന്ന് പറഞ്ഞൊരു ലോഗോ ഉണ്ട്. ഇവിടെ നമുക്ക് പിടിച്ച് പൊക്കാനായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഏതർ 450Xന് ഈ ഒരു സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇൻബിൽറ്റ് ആണോ എക്സ്ട്രാ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തുറക്കുമ്പോൾ ഇത് സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പരിപാടിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്കിതാ തുറക്കാനാണെങ്കിൽ ഇവിടെ തന്നെയാണ് തുറക്കാനായിട്ടും. തുറക്കുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, ഞാൻ പറഞ്ഞത് അത് സ്റ്റാപ്ലെയർ അടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ. അത് ഒറിജിനൽ ആണോ ഇനിയും സീറ്റ് കവർ ആണോ എന്നറിയത്തില്ല. സീറ്റ് കവർ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത് നിങ്ങൾ വാങ്ങിച്ച് സീറ്റ് കവർ ഇല്ലാതെ വാങ്ങിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് പറഞ്ഞത്. ഇവിടെ ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്കൊരു ഹെൽമെറ്റ് ഇവിടെ വയ്ക്കാം, ഒരു ചാർജറോടെ വയ്ക്കാം. ചാർജർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഹെൽമെറ്റ് വയ്ക്കാം. ഇതെൻ്റെ മൈക്കാണ്. ഇവിടെ താഴ്ത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു LED ഒരു സ്ട്രിപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. രാത്രി നല്ല വെട്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് ഇത്രയായിട്ടും ഒരു ഇലക്ട്രിക് വണ്ടിക്ക് മൊബൈൽ ചാർജിങ് പരിപാടി അവർ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മുടെ ആ ഒരു പവർ ഹബ്ബാണ്. അത് എന്തായാലും മോശമായിപ്പോയി. പിന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട കുഴപ്പമില്ല എന്ന് വയ്ക്കാം.
പിന്നെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ചാർജർ കണക്ട് ചെയ്യാനുള്ള സാധനം. ഇവിടെ നമുക്ക് വിടുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി പൊക്കിയോളും. ഇവിടെ നമുക്ക് കവറൊക്കെ തൂക്കിയിട്ടുകൊണ്ട് പോകാനുള്ളൊരു സാധനമാണ് വരുന്നത്. ഇവിടെ വേറെ മൊബൈൽ ചാർജർ, മൊബൈൽ ഹോൾഡർ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഇവിടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സൊക്കെ വെക്കാനായിട്ടൊരു ഹോൾഡർ കൊടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം കാല് നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. വലിയ ആൾക്കാരാണെങ്കിൽ പോലും കാല് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, മനസ്സിലായ? അപ്പോൾ നമുക്ക് അതൊരു സ്പേസ് അവിടെ ഫ്രീ ആയിട്ടുണ്ട്, കൊടുക്കാമായിരുന്നു. ഏതത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് നമ്മുടെ എന്താ പറയണ്ടേ, ഹാൻഡിലും ക്ലസ്റ്ററും സ്വിച്ചസും നമ്മുടെ മിററും എല്ലാം ഇരിക്കുന്ന ആ ഒരു സെറ്റിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള മിറേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പോകാനായിട്ടുള്ള സ്വിച്ചാണ്. ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് പോകാം. ഇത് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ളത് 2 മോഡേ ഉള്ളൂ. ആ മോഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചാണ്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഏതർ 450Xനേക്കാൾ കുറച്ചുകൂടെ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പഴയ സൈക്കിളിലൊക്കെ നമ്മൾ ഗ്രിപ്പ് വാങ്ങിച്ചിടൂലേ, ഗ്രിപ്പ് വാങ്ങിച്ചിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വണ്ണമായിട്ടിരിക്കൂലേ, അതുപോലൊരു ഫീലാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഹാൻഡിൽ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ബ്രേക്കാണ്, ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും അടിക്കാനുള്ളതാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ജോയ്സ്റ്റിക്കാണ് വരുന്നത്. അത് എന്തിനാണ് ജോയ്സ്റ്റിക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ടച്ച് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഇത് ടച്ച് അല്ല കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ജോയ്സ്റ്റിക്ക് വഴിയാണ് കൺട്രോൾ ചെയ്യുക. അതും കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഹോണാണ് പറയുന്നത്. ഹോണിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇതാണ് ഹോണിൻ്റെ സൗണ്ട്. ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ഫാസ്റ്റിന് നമ്മളെ ക്ലസ്റ്റർ ഓൺ ആവുന്നു നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഓൺ ആയിട്ടുണ്ട്. ഒരു 1 സെക്കൻഡിനകത്ത് വെച്ച് തന്നെ നമുക്ക് ആ ഒരു ക്ലസ്റ്റർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെയും അതേ പിടി തന്നെയാണ്. ഹാൻഡിൽ വെയിറ്റ് ഉണ്ട്. ഇവിടെ ഇത് മറ്റേ മോട്ടോ GBക്കാർക്ക് ഓട്ടിക്കാൻ വേണ്ടിയുള്ള സാധനമല്ല. ഇത് താഴോട്ട് വീണപ്പോൾ ഒടിഞ്ഞു പോയതാണ്. അങ്ങനെ ഒടിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. കാരണം എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചൊക്കെ ഒടിഞ്ഞു പോയാൽ നമുക്ക് ബ്രേക്ക് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ചാകുമ്പോൾ ഇവിടെ വെച്ചങ്ങ് ഒടിഞ്ഞു പോകും. കുറച്ച് ദിവസം ഇങ്ങനെ ഓടിയിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീണതിൻ്റെ ക്ഷീണമൊക്കെ തീരുമ്പോൾ പുതിയത് വാങ്ങിച്ചിടുക എന്നുള്ളതാണ്. നമുക്ക് ചാവി ഓണാക്കാം. ഓണാക്കുന്ന സമയത്ത് ഇതാണ് ക്ലസ്റ്റർ. അത്യാവശ്യം ഇതാണ് ഇപ്പോഴത്തെ പുറത്തെ വെട്ടം എന്ന് പറഞ്ഞാൽ. ആ ഒരു വെട്ടത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്കിതാ ഇവിടെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ജോയ്സ്റ്റിക്ക് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ആ ജോയ്സ്റ്റിക്കിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു സംഭവമാണ് ലൊക്കേഷൻ, എങ്ങോട്ട് പോകണം, എവിടെയൊക്കെ പോകണം, ചാർജിങ് സ്റ്റേഷൻ എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് നോക്കാൻ പറ്റും. ഈ ജോയ്സ്റ്റിക്ക് താഴോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഡിവൈസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് അതിനകത്ത് പോകും. നമ്മൾ ടച്ച് മറ്റേ ഏതർ 450Xൽ ടച്ചാണല്ല. താഴെ പോകുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം, ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ട്വിസ്റ്റ് നമ്മൾ ഓൺ ആക്കിയിടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ തിരിച്ച് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുന്നതിന് പകരം നമുക്ക് വണ്ടി സ്ലോ ആക്കാം, മോട്ടർ സ്ലോ ആക്കാൻ പറ്റും. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും അത് പ്രായോഗികമാവണമെന്നില്ല. കാരണം സ്ഥിരം വേറെ വണ്ടികളൊക്കെ മാറി മാറി ഓട്ടിക്കുന്ന ആൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തൊട്ട് താഴെ പോണ സമയത്ത് റീജൻ വേണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാൻ പറ്റും. റീജൻ ഓൺ ആക്കിയിട്ടാൽ ചെറിയൊരു പിടുത്തമേ വണ്ടി പിടിക്കത്തുള്ളൂ. ഓഫ് ആക്കിയിട്ടാൽ കുഴപ്പമില്ല. കുറച്ച് ബാറ്ററി കൂടുതൽ കിട്ടും റീജൻ ഓൺ ആക്കിയിട്ടിരുന്നാൽ. പിന്നെ ഓട്ടോ ഹോൾഡ് ഉണ്ട്. ഓട്ടോ ഹോൾഡ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് വണ്ടി ഇപ്പം ബാക്കിലോട്ട് ഇറങ്ങി പോവല്ലേ, സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വണ്ടി ഇനി ഇറങ്ങി പോകില്ല, ഓട്ടോ ഹോൾഡിലാണ് എടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോ ഹോൾഡ് നിങ്ങളിപ്പോൾ ഇത് പിറകിലോട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാ, ജസ്റ്റ് പതുക്കെ ഒന്ന് ബ്രേക്കിൽ ഇങ്ങനെ പിടിച്ചാൽ ഇറങ്ങി പോകണ്ട, മനസ്സിലായ? ഓട്ടോ ഹോൾഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യണം. ഇപ്പോൾ വണ്ടി ഓട്ടോ ഹോൾഡാണ്, ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങി പോകും. എന്നിട്ടൊരു പിടി പിടിച്ചാൽ ഓട്ടോ ഹോൾഡ് അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് വീണ്ടും അതിൽ തന്നെ പോവാം. അവിടെ വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓട്ടോ ഹോൾഡിൽ പോയതിനു ശേഷം റോള് നമുക്ക് ഓണാക്കിയിട്ട് ഓഫ് ആക്കിയിടാം. കൈ ത്രോട്ടിൽ ഫുൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്കി എടുത്തുകൊണ്ട് പോകാതെ ആ ഒരു നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ പോലെ നമുക്ക് വർക്കാവുന്നതാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈക്കോ മോഡ് എന്ന് പറഞ്ഞാൽ റൈഡ് മോഡിൻ്റെ പവറാണ് നമുക്ക് ഇതിൻ്റെ നോർമൽ മോഡിൽ ഈക്കോ മോഡിൽ കിട്ടുന്നതും. അത് കഴിഞ്ഞിട്ടുള്ളൊരു മോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതർ 450Xൻ്റെ സ്പോർട്ട് മോഡിൻ്റെ പവറുമാണ് കിട്ടുന്നത്. അങ്ങനെ 2 പവറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഏതറിലെ ഈക്കോയിൽ കൈ കൊടുക്കുമ്പോൾ ഇതിൽ കൊടുത്താൽ നമുക്ക് സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നും പറഞ്ഞത് ഭയങ്കര പവർ എന്നല്ല, ആ ഒരു ഇനീഷ്യലിൽ മാത്രമേ ആ പവർ നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. സ്കിഡ് കൺട്രോൾ നമുക്ക് ഓണാക്കി തന്നെ ഇട്ടാക്കാം. സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് അത് ഇതാവും. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓണാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വളഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ നമ്മൾ വളയ്ക്കുമ്പോൾ ഇടണം. വളഞ്ഞു കഴിഞ്ഞ് വണ്ടി നൂറുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആവും. നമുക്കിപ്പം ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓണാക്കിയിടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ സൗണ്ട് ഉണ്ട് ആരായാലും അത് ഓഫ് തന്നെ ചെയ്യും. അത് ഓഫ് ആക്കിയിട്ടൊക്കെയാണ് നല്ലത്. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 14 സെക്കൻഡത്തേക്ക് നമ്മുടെ ഹെഡ് ലൈറ്റ് ഓണായി കിടക്കും. അപ്പം വീട് ആ ഒരു പോസ്റ്റിൻ്റെ അവിടെയൊക്കെയാണ് വീട്. അവിടെ നിന്ന് വീട്ടിലോട്ട് വരാൻ വണ്ടി കൊണ്ടുവരാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെയുള്ള വയർ വാങ്ങിക്കണം, അവിടെ കൊണ്ട് വണ്ടി ചാർജ് ചെയ്യണം, വീട്ടിൽ വരണം. അപ്പം മൊബൈലിൽ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 സെക്കൻഡ് കൊണ്ട് അവിടെ നിന്ന് ഇതുവരെ ഓടി എത്താൻ പറ്റും. അപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. എല്ലാത്തിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട് ദാസ. അപ്പം ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കാണ്, ഇങ്ങനെയുള്ള ആൾക്കാരും കാണാൻ നമ്മുടെ നാട്ടിൽ
അപ്പം അതാണ് അതിൻ്റെ ഇത്. പിന്നെ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഓണാക്കിയിട്ടിരുന്നാൽ നമുക്ക് എന്താ രാവിലെ 5 മണി വാക്കിന് നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആവാൻ പാകത്തിനെ നമുക്ക് വണ്ടി ചാർജ് ആയി കിട്ടത്തുള്ളൂ. 6 മണിക്ക് ശേഷമാണ് ഇത് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ഓൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കും. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞപ്പം അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 6 മണിക്ക് ശേഷം കൊണ്ട് ഇപ്പോൾ 7 മണിക്ക് ചാർജ് ചെയ്തിട്ടു 10 മണിക്ക് ജോലിക്ക് പോകണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒപ്റ്റിമൈസേഷൻ ഓൺ ആയി കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവുകയും അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് ഇത് ചാർജ് കയറുന്നത്. അപ്പം നമ്മൾ ഉണർന്നിരുന്നാലേ നമുക്ക് ആ പരിപാടി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ലൈക്ക് 80% കഴിഞ്ഞിട്ട് 100 ആവാനായിട്ട് പതുക്കെ ടൈം എടുത്തൊക്കെ ആവുള്ളൂ. കഴിഞ്ഞ് ഫോൾ സേഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളിത് ഓണാക്കിയിട്ടിരുന്ന വണ്ടി മറിഞ്ഞ് വീഴുമ്പോൾ, അപ്പം നമ്മുടെ നാട്ടിലിപ്പം ഒട്ടുമിക്ക അടുത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി മറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓട്ടിക്കാൻ അറിയാത്ത ഒരാളായിരിക്കും പെട്ടെന്ന് വന്ന് എടുത്ത് പൊക്കുന്നത്. ചിലപ്പോൾ വണ്ടിയിൽ അടിയിലായിരിക്കും ആൾ കിടക്കുന്നത്. അപ്പോൾ ആൾ എന്ത് ചെയ്യും? ഈ ഒരു ആക്സിലേറ്റർ പിടിച്ച് തിരിച്ചു കൊണ്ടെടുത്ത് പൊക്കുന്നത്. ഇപ്പോഴും തന്നെ വണ്ടി ഓണാണ്. ഇത് ഓണാ ഓഫാന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കറക്കി അടിച്ചുകൊണ്ടൊരു പോക്കൂ. അതുകൊണ്ട് അത് ഓണാക്കി ഇട്ടിരുന്നാൽ നമുക്ക് നല്ലതാണ്. നമ്മൾ ആക്സിലേറ്റർ എടുക്കുമ്പോൾ ജോയ്സ്റ്റിക്ക് എല്ലാം മാറി തിരിച്ച് പഴയ പോലെ ആവുന്നതാണ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പരിപാടി. പിന്നെ ഇൻകോഗിൻറ്റോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. ഈ മോഡ് ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ വണ്ടി എവിടെയാണുള്ളത്, എത്ര സ്പീഡ് വരെ മാക്സിമം ഇന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ലൈസൻസ് എടുത്ത ഉടനെ പിള്ളേർക്ക് വണ്ടിയൊക്കെ ഇത് മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ ഇത് ഓണാക്കി ഇട്ടിരുന്നാൽ നിങ്ങളുടെ പിള്ളേർ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വണ്ടി നീക്കിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇതിൽ ഒരു അപ്ഡേഷൻ വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ വഴി വണ്ടി ഓഫാക്കാനുള്ള ആ ഒരു പരിപാടിയും കൂടെ വന്നാൽ അത്യാവശ്യം നല്ലതായിരിക്കില്ല. ഇപ്പം വണ്ടി ആരെങ്കിലും നമ്മളറിയാൻ എടുത്തുകൊണ്ട് പോകണം, നമ്മളത് ഓഫ് കൊടുത്താൽ ഉടനെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആയിട്ട് ഓഫ് ആവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഓഫ് ചെയ്താൽ പിന്നെ സ്റ്റാർട്ടാക്കാൻ പറ്റാതെയോ നമ്മളിവിടെ എന്താ അപ്രൂവൽ കൊടുത്താലേ സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ പരിപാടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ്. അപ്പം വണ്ടി അടിച്ചുകൊണ്ട് പോകണയൊക്കെ കുറേയൊക്കെ ഒഴിവാവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ വിഷയമില്ല, എന്നാലും നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് താഴെ പോകുമ്പോൾ തന്നെ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വണ്ടി ഷട്ട് ഡൗൺ ചെയ്ത് ഇപ്പോൾ ചാവി ഓഫായാലും ഓഫ് ആവും എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഓണാകുമ്പോൾ ബാറ്ററി ഇറങ്ങുമെന്നല്ല. ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങളുടെ ബാറ്ററി കുറച്ചുകൂടെ ലൈഫ് കിട്ടും. എന്നും ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കയറി കാസർഗോഡ് അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. വീട്ടിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും. അത്രയാണ് അതിൻ്റെ ആ ഒരു സെറ്റിങ്സിലുള്ളത്. തൊട്ട് താഴെ പോണ സമയത്ത് നോട്ടിഫിക്കേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു സെറ്റിങ്സിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം. ഓക്കെ, പെയർ ഫോൺ സെറ്റിങ്സിൽ ടേൺ ഓൺ ബ്ലൂടൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഇതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ എടുക്കുമ്പോൾ ആ ഒരു സാധനം എല്ലാം മാറുന്നതാണ്. ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനിയും സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞൊരു മോഡും അതുപോലെ തന്നെ സിപ്പ് എന്ന് പറഞ്ഞൊരു മോഡുമാണുള്ളത്. ഈ സ്മാർട്ട് ഈക്കോയാണ് ഞാൻ പറഞ്ഞ ആ ഒരു റൈഡ് മോഡെന്ന് പറഞ്ഞാൽ റൈഡ് മോഡിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ആ ഒരു ക്വിക്ക് ത്രോട്ടിൽ എനിക്ക് EV വണ്ടികളിൽ ആ ത്രോട്ടിൽ റെസ്പോൺസ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഏതറിനെ മാത്രമാണ്. നമ്മുടെ TVSൻ്റെ വണ്ടി ഓല ഇതെല്ലാം എടുത്ത് നോക്കിയപ്പോഴും ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മളൊരു പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ഒരു EVയിൽ വരുമ്പം ആ ത്രോട്ടിൽ റെസ്പോൺസ് കണ്ടാ വണ്ടി മൂവ് ആവണുണ്ടോ കണ്ടാ, ഇതാണ് അതിൻ്റെ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ്. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതർ ഞാൻ ചൂസ് ചെയ്യാൻ പറയണ കാര്യവും ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കൊണ്ട് തന്നെയാണ്. സിറ്റിയിൽ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് പ്രാന്താവും ത്രോട്ടിൽ റെസ്പോൺസ് മോശമാണെന്നുണ്ടെങ്കിൽ. പിന്നെ സിപ്പ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഈ സിപ്പ് എന്ന് പറഞ്ഞ മോഡൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഏതറിൻ്റെ മൂന്നാമത്തെ മോഡ്, അതായത് സ്പോട്ട് മോഡിൽ നമുക്ക് ഓട്ടിച്ച് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു സിപ്പ് മോഡിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഈക്കോ ഒരാളും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ തേരിയൊക്കെ ചെറിയ രീതിക്ക് കയറി പോകത്തുള്ളൂ. നമ്മുടെ ഏതർ 450Xൻ്റെ ഈക്കോയിൽ പോണ ആ ഒരു പവറെ നമുക്ക് സ്മാർട്ട് ഈക്കോയിൽ ഈ തേരിയൊക്കെ കയറുമ്പോൾ കിട്ടത്തുള്ളൂ. അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അതായത് നമുക്കിപ്പോൾ ചാർജൊക്കെ ഈ ഒരു 20% താഴേക്ക് വരുന്ന സമയത്ത് തേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റയ്ക്ക് പോകാൻ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരാളും കൂടെ ഇരിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ക്ലസ്റ്ററിൽ നമുക്ക് നല്ല വിസിബിളായിട്ട് തന്നെ ആ ഒരു മോട്ടർ ഓഫാണ് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മുടെ റേഞ്ച് എത്രത്തോളം പോകും എന്നുള്ളത് കാണാൻ പറ്റും. സമയം കാണാൻ പറ്റും. ബ്ലൂടൂത്ത് നമുക്ക് അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഇൻബിൽട്ട് ആ ഒരു സിമ്മ് കാര്യങ്ങളെല്ലാം നമുക്ക് റേഞ്ച് എത്രയാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു നാവിഗേഷൻ ഇടാൻ വേണ്ടിയാണ് അതുള്ളത് കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹോണ്, ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഇതാണ്. പിന്നെ ഇതിൽ പാസ് ഉണ്ടാകുന്ന വെച്ചാൽ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബ്രൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂം എന്ന് പറഞ്ഞില്ലേ, ഇത്രയും സ്പേസ് ആണുള്ളത്. ഇത്രയും ബാക്കിലോട്ട് സ്ഥലമുണ്ട്. അങ്ങനെ കയറി ഇരുന്നാലും ഇത് കണ്ട നല്ല വിശാലമായിട്ട് നമുക്ക്
ഇവിടെ ഇരുന്ന് പോകാൻ പറ്റും. 2 കാലും കൂടെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇടണം. ഈ ഒരു സ്റ്റാൻഡ് ഇതാണ് ഏതറിൻ്റെ ആ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് തന്നെയാണ്. നമുക്കിതാ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇത്രയും സ്പേസ് ആണ് കിട്ടുന്നത്. നല്ല വിശാലമായിട്ട് വിരിഞ്ഞിരുന്ന് ഓട്ടിക്കും. ഞാൻ അൾട്രാ വൈഡിലൊന്ന് കാണിച്ചു തരാമേ. ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഓട്ടിക്കാം. നല്ല വിശാലമായിട്ട് ക്ലസ്റ്ററൊക്കെ കണ്ടിരുന്ന് ഓട്ടിക്കാൻ പറ്റും. ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ നമുക്ക് ഇച്ചിരി ഒരു വലിയ വണ്ടി ഓട്ടിക്കും പോലെ തോന്നും. പക്ഷേ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വിസിബിലിറ്റി നമുക്കിതാ മിററൊക്കെ കണ്ടറിയാലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഓട്ടിച്ചിട്ട് ആ ഒരു തേരിയൊക്കെ കയറുമ്പം എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമേ. ഇപ്പോൾ ഓട്ടോ ഹോൾഡ് ഓൺ ആണ്. ഇതൊരു ഇറക്കമാണ്. ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ആകുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങുന്നതാണ്. റീജൻ ഓൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് ആവുന്ന സമയത്ത് ആ ഒരു മോട്ടർ വർക്ക് ചെയ്യണതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആക്സിഡൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഈക്കോയിൽ നമുക്കത് ഇങ്ങനെ കൈ കൊടുത്ത് പോകാൻ പറ്റും. പക്ഷേ സ്മാർട്ട് ഈക്കോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വേറെ പ്രശ്നമില്ല. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ പക്കയാണ്. 10 സ്പീഡിന് ശേഷം നമുക്ക് ഇച്ചിരി ആ ഒരു ഡിലേ ആയിട്ട് തോന്നും. കാരണം നമ്മളിപ്പോൾ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമുക്കിതാ സ്ലോ ആയി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ കൊടുക്കുന്ന സമയത്ത് എടുത്തുകൊണ്ടൊരു പോകും. പക്ഷെ ഒരു 10 സ്പീഡ് കഴിയുമ്പം ആ വണ്ടി ഈക്കോ അങ്ങ് സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു മോട്ടർ അത്രയേ പ്രവർത്തിക്കത്തുള്ളൂ. ഈ ഒരു തേരി 2 പേരെ വെച്ചും കൊണ്ട് എങ്ങനെ പോലും ഒരു 100-120 കിലോ വെയിറ്റ് പ്ലസ് വണ്ടി വെയിറ്റും കൂടെ വെച്ചുകൊണ്ട് ഈ ഒരു തേരി ഇപ്പം എന്താ കയറുകയാണ്. 28ആയി, 26ആയി സ്പീഡ്, 25ആയി, 23ആയി. അതുകൊണ്ട് ഫുൾ ത്രോട്ടിലാണ് കേട്ടോ. 18ആയി, 17ആയി. ചെറിയൊരു തേരിയാണ്. നമുക്ക് ബൈക്കിലാണെങ്കിൽ ഒരു 3rd ഗിയറിൽ വേണമെങ്കിലും പതുക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു തേരിയാണ്. 13 ഈ ഒരു സ്പീഡിലേ കയറി പോകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആക്സിലേറ്റർ വിടുക. നമ്മൾ നമ്മുടെ സിപ്പ് മോഡ് ആക്കുക. ഒരു സെക്കൻഡിൽ സിപ്പ് മോഡാവും. എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പം നല്ല വലിച്ചോണ്ടൊരു പോക്ക് പോകും. ഇതാണ് സിപ്പ് മോഡ്. ഇനി വലിച്ചോണ്ട് പോയാൽ മെയിൻ റോഡിൽ ഇറങ്ങി 2 തീരും. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഓടിക്കാം. ബ്രേക്ക് ഓടിച്ചിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാം. ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ വളവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കിതാ ഈ ഒരു സിപ്പ് മോഡിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കാം. നമുക്കിതാ കൈ കൊടുക്കുകയാണ്. ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇറക്കവും കൂടെ ആവുകയാണ്. ആ ഇറക്കത്തിൽ ചിലപ്പോൾ 70 അടിക്കുമായിരിക്കും. 71, 72 ഇറക്കം ആയതുകൊണ്ടാണ് 75 കയറിയത്. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ ഒരു 68, 69, 70 ആ ഒരു റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ടോപ്പ് മോഡൽ പോകാൻ പറ്റുന്നത്. ഏതറിൽ 90+ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എന്നും ജോലിക്ക് പോയിട്ട് വരാൻ പാകത്തിനൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. റേഞ്ച് കുറവാണ്, അതുപോലെ തന്നെ വിലയും കുറവാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 60 കിലോമീറ്ററൊക്കെ ഓട്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 60 കിലോമീറ്ററൊക്കെ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സുഖമായിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നല്ല നടുവൊന്നും വലുതായിട്ട് പിടിക്കാതെ, നമുക്ക് തോളൊന്നും വലിയ വേദനയില്ല. നിങ്ങൾക്ക് ആ ഒരു റൈഡിങ് പോസ്റ്ററിലിരുന്ന് ഓട്ടിക്കാം. സീറ്റും അത്യാവശ്യം വൈഡറായിട്ടുള്ള സീറ്റ് തന്നെയാണ്. മിററൊക്കെ നല്ല വിസിബിളാണ്. നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഈ ഒരു വില കുറവിൽ ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏതറിൽ 450X കാണിക്കുമ്പോൾ തന്നെ ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് എത്ര ഓഡോമീറ്റർ എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇത്രയാണ് ഗൈസ് ആ ഒരു ഏതറിൻ്റെ ഈ ഒരു മോഡലിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഒരു BS3 ഒരു പാരലൽ ട്വിൻ സിലിണ്ടറിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. കൂടുതലും ടെക്കും വണ്ടിയാണ് നമ്മുടെ ചാനൽ വരുന്നത്. കാണാനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സിപ്പിൽ തേരി എത്ര പവറിൽ കയറുന്നും കൂടെ നമുക്ക് നോക്കാം. കയറി പോകണുണ്ട്. 40, 50, 52, 51, 52, 53 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോണത്. നമുക്ക് ആ ഒരു സ്മാർട്ട് ഈക്കോയിൽ തന്നെ ഓട്ടിച്ച് പോവാം. മര്യാദയ്ക്കുള്ള റൈഡൊക്കെ പോവാം. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.